റോമിലെ പ്രധാനപ്പെട്ട 7 കുന്നുകളിൽ ഒന്നായ അവന്റൈൻ കുന്നുകളിൽ പണിത 4 ബസിലിക്കകളിൽ ഒന്നാണ് വിശുദ്ധ പ്രിസ്കയുടെ പേരുള്ള ഈ ബസിലിക്ക. 4-ാം നൂറ്റാണ്ടിലാണ് ഇത് പണി കഴിച്ചത്. 8-ാം നൂറ്റാണ്ടിലും 12-ാം നൂറ്റാണ്ടിലും ഇത് വീണ്ടും പുനരുദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. പിന്നീട് 15-ാം നൂറ്റാണ്ടിൽ ഉണ്ടായ തീപിടുത്തത്തിൽ പൂർണ്ണമായി നശിച്ചു പോവുകയും കലിസ്റ്റസ് 3-ാമൻ പാപ്പ 1455-58 കാലഘട്ടങ്ങളിൽ വീണ്ടും പണിത ഒരു ദേവാലയമാണ് ഇത്. വിശുദ്ധ പ്രിസ്കയെക്കുറിച്ച് പറയുമ്പോൾ 13 വയസ്സുള്ള ഒരു കുട്ടിയായിരുന്നു. AD 41 ജനിച്ച് 53 രക്തസാക്ഷിത്വം വരിച്ച വിശുദ്ധ പൗലോസ് പത്രോസ് അപ്പോസ്തലന്മാരുടെ കാലഘട്ടങ്ങളിൽ ജീവിച്ചിരുന്ന അക്വില പ്രിസ്ക ദമ്പതികളുടെ മകളായിരുന്നു ഈ വിശുദ്ധ പ്രിസ്ക. പത്രോസ് ജ്ഞാനസ്നാനം നൽകിയ കുട്ടിയായിരുന്നു. ഈ കുട്ടി രക്തസാക്ഷിത്വം വരിക്കുന്നത് അപ്പോളോ ദേവന്റെ രൂപം വന്ദിക്കാത്തതിൻ്റെ പേരിലാണ്. അതിൻ്റെ പേരിൽ ഇവളെ ജയിലടയ്ക്കുകയും ചെയ്തു. തുടർച്ചയായി വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ടിരുന്നു എന്നാണ് പറയുക. അതിൻ്റെ പേരിൽ സിംഹങ്ങൾക്ക് ഭക്ഷിക്കുവാൻ ഇട്ടുകൊടുക്കുകയും ചെയ്തു. പക്ഷേ അവളുടെ മുമ്പിൽ സിംഹങ്ങൾ മുട്ടുകുത്തി നിന്നു എന്നാണ് പറയുന്നത്. ആയതിനാൽ വീണ്ടും ജയിലിലടച്ചു, തൂണിൽ കെട്ടിയിട്ട് ചട്ടവാറ കൊണ്ടടിച്ചു, തീയിൽ ദഹിപ്പിക്കാൻ ഇട്ടുകൊടുത്തു. എന്നിട്ടും തീ പോലും മാറി നിന്നു എന്നാണ് പറയുന്നത്. അവസാനം ശിരശ്ഛേദം ചെയ്ത് മരണത്തിലേക്ക് നയിച്ചു എന്നാണ് പറയുന്നത്. പ്രിസ്ക എന്ന വാക്ക് ലാറ്റിൻ വാക്കാണ്. ഫസ്റ്റ്, ഒന്നാമത് എന്ന അർത്ഥമാണ് അതിനുള്ളത്. അപ്പം അതുകൊണ്ട് തന്നെ ആദ്യത്തെ രക്തസാക്ഷിത്വം വരിച്ച സ്ത്രീ എന്ന പേരിലും അറിയപ്പെടാൻ തുടങ്ങി. അത് അവരുടെ യഥാർത്ഥ പേരാണോ എന്ന് കൃത്യമായിട്ടും അറിയില്ല. ആദ്യത്തെ ദേവാലയം പണിയുന്നത് 4-ാം നൂറ്റാണ്ടിലാണെന്ന് പറഞ്ഞു. ആ കാലഘട്ടങ്ങൾ വരെ മതമർദ്ദനത്തെ പേടിച്ച് വീടുകളിലാണ് ക്രിസ്ത്യാനികൾ ഒന്നിച്ചു കൂടിയിരുന്നത് നമുക്കറിയാം. എന്നാൽ കോൺസ്റ്റന്റൈൻ ചക്രവർത്തി AD 313 ക്രിസ്ത്യാനികൾക്ക് സ്വാതന്ത്ര്യം നൽകിയപ്പോൾ വീടുകളിലെ ഒത്തുചേരൽ അവസാനിപ്പിക്കുകയും പള്ളികൾ പണിയുവാൻ തുടങ്ങി. അങ്ങനെ പണിത ആദ്യത്തെ പള്ളികളിൽ ഒന്നാണ് ഇത്. ഇനി AD 275 കണ്ടെത്തിയ ഇവളുടെ തിരുശേഷിപ്പ് ഈ ദേവാലയം പണിത് കഴിഞ്ഞപ്പോൾ ഇവിടേക്ക് കൊണ്ടുവരികയും ചെയ്തു. പ്രധാന അൾത്താരയിലുള്ളത് വിശുദ്ധ പ്രിസ്കയുടെ രക്തസാക്ഷിത്വത്തിൻ്റെ ചിത്രങ്ങളും ജ്ഞാനസ്നാനത്തിൻ്റെ ചിത്രങ്ങളും ഒക്കെയാണ്. 1-ാം നൂറ്റാണ്ടിൽ ജ്ഞാനസ്നാനത്തിന് ഉപയോഗിച്ചിരുന്ന ഒരു ജ്ഞാനസ്നാന തൊട്ടി കൂടെ ഇവിടെ സൂക്ഷിച്ചിട്ടുണ്ട്. വിശ്വാസികൾ ഈ ബസിലിക്ക സന്ദർശിക്കുവാൻ വേണ്ടി വരുമ്പോൾ ജ്ഞാനസ്നാന വ്രതം നവീകരിക്കുന്ന ഒരു പാരമ്പര്യമുണ്ട്. വിശുദ്ധ അഗസ്തീനോസിൻ്റെയും വിശുദ്ധ മോനിക്കയുടെയും വിശുദ്ധ റീത്തയുടെയും വിശുദ്ധ അന്തോണീസിൻ്റെയും ഒക്കെ രൂപങ്ങളും ഈ ദേവാലയത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും.